ഹലോ എവരിവൺ, എല്ലാവർക്കും ഏജന്റ് ബാക്കാണ് പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നിങ്ങളെ സുഖം വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന് കീഴിൽ ഇവിടെ ഈ പറയുന്ന SSC അല്ലെ, SSCയുടെ കീഴിൽ CPO SI വിഭാഗത്തിലേക്ക് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള കാര്യം അറിഞ്ഞു കാണുമല്ലോ അല്ലേ. അപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയായിരുന്നു. നമ്മുടെ കഴിഞ്ഞ മാസം ഈ പറയുന്ന എന്താണ് ഒക്ടോബർ മാസം, ഈ പറയുന്ന ഒക്ടോബർ മാസം അടുപ്പിച്ചാണ് അതിൻ്റെ അവസാന തീയതിയായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം അപ്ലൈ ചെയ്യേണ്ട ഡീറ്റെയിൽസും ഒക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വേക്കൻസി ഉണ്ടായിരിക്കുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു അല്ലേ. ഇവിടെ MTS ഒക്കെ പോലെ തന്നെ ഇതിന് വേക്കൻസി ഉണ്ടോ, വേക്കൻസി ഉണ്ടെങ്കിൽ തന്നെ ഈ പറയുന്ന രീതിയിൽ ഫിസിക്കൽ ഉണ്ടായിരിക്കുമോ, ഓക്കെ. അപ്പം നല്ല ഫിസിക്കലാണോ, അപ്പം എങ്ങനെയാണ് ഫിസിക്കൽ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഒരുപാട് മെസ്സേജുകളൊക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പറയുന്ന ഡൗട്ടെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും, ഓക്കെ. ഇവിടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അതെല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം ശ്രദ്ധിച്ചിട്ട് കേട്ടിരിക്കാൻ ശ്രമിക്കുക. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക, ഓക്കെ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക, ഓക്കെ. ശരിയാണ്, തുടങ്ങാം. അപ്പോൾ നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന് കീഴിലായിരുന്നു പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ SSC, ഡൽഹി പോലീസ് ആൻഡ് SI CAPF ഇല്ലേ പറയുന്ന സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സുകളിലേക്കായിരുന്നു എന്ത് ചെയ്യുന്നത് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും നമ്മുടെ ഈ പറയുന്ന അപ്ലൈ ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്, ഓക്കെ. അപ്പോൾ നോക്കുക, ഈ പറയുന്ന 26/9/2025 മുതൽ 16/10/2025 വരെ ആയിരുന്നു ഇതിന്റെ സമയം എന്ന് പറയുന്നത് അല്ലേ. നോക്കുക, അതേപോലെ തന്നെ കറക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ 24/10 മുതൽ 26/10 വരെ ടൈം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്ഷൻ എന്തെങ്കിലും ഉള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് മുമ്പായിട്ട് തന്നെ ക്ലിയർ ചെയ്യാൻ നോക്കുക. അപ്പോൾ 24/10 മുതൽ 26 വരെ ഉണ്ട്, ഓക്കെ. 2 ദിവസം അടുപ്പിച്ച് നിങ്ങൾക്ക് സമയം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്ഷൻ എന്തെങ്കിലും വരുത്താനുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ കറക്ഷൻ വരുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നവംബർ ഡിസംബർ മാസത്തിലായിരിക്കും എക്സാം നടക്കുക. അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്, ഓക്കെ. ഇപ്പം തന്നെ നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ്, ഓക്കെ. അപ്പോൾ പറഞ്ഞ വന്ന രീതി നോക്കുകയാണെങ്കിൽ പറഞ്ഞ പോലെ നമ്മുടെ SSCക്ക് പറഞ്ഞ സബ് ഇൻസ്പെക്ടർ പോലീസ് ഡൽഹി പോലീസിൽ ഈ പറയുന്ന ഡൽഹി പോലീസിലെ സബ് ഇൻസ്പെക്ടറാണ് SI പോസ്റ്റിലേക്കാണ് മെയിൽ കാറ്റഗറി നോക്കുകയാണെങ്കിൽ വേക്കൻസി നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും. ഈ പറയുന്ന ഓപ്പൺ വേക്കൻസി UR അല്ലെ അൺറിസർവ്ഡിനകത്ത് 50, OBCക്ക് 27, SSCക്കകത്ത് ഷെഡ്യൂൾ കാസ്റ്റ് 15, STക്കകത്ത് ഏകദേശം 8 വേക്കൻസി, EWS എക്കണോമിക്കലി വീക്കർ സെക്ഷനകത്ത് 14, മൊത്തത്തിൽ 114 നമുക്ക് എന്തിനെ പറ്റി ഇവിടെ കാണാൻ സാധിക്കും അല്ലെ. മൊത്തത്തിൽ 114 വേക്കൻസി അടുപ്പിച്ച് അവിടെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ എക്സ് സർവീസ്മെൻ ആണെങ്കിൽ ഓക്കെ, ഇപ്പോൾ സേനയിൽ നിന്നൊക്കെ എന്തെങ്കിലും കാരണത്താൽ ഈ പറയുന്ന രീതിയിൽ വെളിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഹെൽത്ത് ഇഷ്യൂസോ എന്തെങ്കിലും ടെമ്പററി മെഡിക്കൽ ആയിരിക്കാം. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന രീതിയിൽ 4, OBCക്ക് 2, SSC 1, ST 1, അങ്ങനെ മൊത്തത്തിൽ 8 വേക്കൻസി. എക്സ് സർവീസ്മെൻ സ്പെഷ്യൽ കാറ്റഗറിക്കകത്താണെങ്കിൽ 3 വേക്കൻസി ജനറലിൽ, 2 വേക്കൻസി OBC, 1 വേക്കൻസി SSC എന്ന് പറഞ്ഞാൽ 6 വേക്കൻസി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് കാഡറ്റ്സ് ആണെങ്കിൽ, അതായത് നിങ്ങൾ കേട്ടുകൊണ്ടായിരിക്കും ഇപ്പോൾ ഡൽഹി പോലീസിലേക്ക് MTS വഴിയൊക്കെ ആളുകൾ കയറാറുണ്ട് അല്ലേ. അപ്പം അതിലെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പ്രത്യേകം ഷെയർ ചെയ്യുക, പറയുക. ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്നവർക്ക് ഈ പറഞ്ഞ യൂണിഫോം തസ്തികയിലേക്ക് കയറാൻ സാധിക്കുന്നതാണ്. അതായത് ജനറൽ കാറ്റഗറിക്കകത്ത് ഈ പറയുന്ന 6 വേക്കൻസി അടുപ്പിച്ച് അവർക്കും ഉണ്ട്, OBCക്കകത്ത് 4 വേക്കൻസി ഉണ്ട്, SSCക്കകത്ത് 2 വേക്കൻസി ഉണ്ട് അല്ലെ, STക്കകത്ത് 1 വേക്കൻസി ഉണ്ട്, EWSക്കകത്ത് 1 വേക്കൻസി ഉണ്ട്. ടോട്ടൽ 14 വേക്കൻസി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്, ഓക്കെ. അതേപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് ഫീമെയിൽ അല്ലെ പറയുന്ന ഫീമെയിൽ തസ്തിക നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും. ഓപ്പൺ ഈ പറയുന്ന കാറ്റഗറിക്കകത്ത് ഈ പറയുന്ന രീതിയിൽ മൊത്തത്തിൽ UR 32, OBCക്ക് 17, SSCക്ക് 9, STക്ക് 5, EWSന് 7, മൊത്തത്തിൽ 70 വേക്കൻസി അവിടെ കാണാൻ സാധിക്കും. ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് 32 ആണ് ജനറലിന്, OBCക്ക് 17, SSCക്ക് 9, STക്ക് 5, അങ്ങനെ മൊത്തത്തിൽ 70 വേക്കൻസി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ടോട്ടൽ വേക്കൻസി ഇവിടെ 142, ഇവിടെ 70 വേക്കൻസി നമുക്ക് ഇതിന് വേണ്ടി കാണാൻ വേണ്ടി സാധിക്കും. ഇത് ഡൽഹി പോലീസിന്റെ മാത്രം കാര്യമാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു ഡൽഹി പോലീസ് മാത്രമല്ല അതിനകത്തുള്ളത്, അതിനകത്ത് എന്തെല്ലാം ഉണ്ട്, CRPF, CISF, BSF, ITBP, SSB എന്ന് പറഞ്ഞ ഒരുപാട് പോസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. അപ്പൊ അത്തരത്തിൽ ആദ്യം തന്നെ CRPF നോക്കുവാണെങ്കിൽ ഒരുപാട് പേർക്ക് ജോലി കിട്ടുന്ന ഒരു വിഭാഗം തന്നെ CRPF എന്ന് പറഞ്ഞാൽ, അത്തരത്തിൽ CRPF നോക്കുവാണെങ്കിൽ മെയിൽ കാറ്റഗറിയിൽ ജനറൽ വേക്കൻസിയിൽ ഏകദേശം 407ഓളം വേക്കൻസികൾ അടക്കമുണ്ട്. 407ഓളം ആലോചിച്ച് നോക്കുക. EWS 101, OBCക്ക് 272, SSCക്ക് 151, STക്ക് 75, മൊത്തത്തിൽ 1006 വേക്കൻസി അവിടെ കാണാൻ സാധിക്കും. ഫീമെയിൽ ആണെങ്കിൽ ജനറലിന് 10, EWSന് 2, OBCക്ക് 6, SSCക്ക് 3, STക്ക് 2, അങ്ങനെ മൊത്തത്തിൽ 23 വേക്കൻസിയും. അങ്ങനെയാണ് മൊത്തത്തിൽ 1029 വേക്കൻസി ഗ്രാൻഡ് ടോട്ടലായിട്ട് മാറുന്നത് ഈ പറയുന്ന മെയിൽ ഫീമെയിൽ കാറ്റഗറിക്കകത്ത് CRPFനകത്ത്, ഓക്കെ. 10% ഈ പറയുന്ന രീതിയിൽ എക്സ് സർവീസുമാർക്ക് ഒഴിച്ചിട്ടുണ്ട്. അടുത്ത BSF നോക്കുകയാണെങ്കിൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് നോക്കുകയാണെങ്കിൽ മെയിലിന് 87 വേക്കൻസി, ഫീമെയിൽ 21 വേക്കൻസി, ഓക്കെ. അതേപോലെ OBCക്കകത്ത് 57, SSCക്ക് 13, STക്ക് 16, ടോട്ടൽ 212 വേക്കൻസി അവിടെ. അതേപോലെ ഫീമെയിൽസിനും ഉണ്ടാകാൻ മൊത്തത്തിൽ കൂട്ടാണ് മെയിൽ ഫീമെയിൽ ആണ്. BSFന് മാത്രം ഏകദേശം 223 വേക്കൻസി അവിടെ തന്നെ ഉണ്ട്, BSFന് മാത്രം.
CRPF 1029 വേക്കൻസി, BSF 223 വേക്കൻസി. ITBP നോക്കുകയാണെങ്കിൽ അല്ലേ, ITBP നോക്കുകയാണെങ്കിൽ മെയിൽ 85, ഫീമെയിൽ 15. യുവർ കാറ്റഗറി ആണെങ്കിൽ EWS ആണെങ്കിൽ 18, ഫീമെയിൽ 3. OBC 52, 9 വേക്കൻസി ഫീമെയിലില്ല. 32 മെയിൽ വേക്കൻസി STയിലും 6 വേക്കൻസി SC ഇപ്പോൾ ITBPയിൽ ഫീമെയിലിലും. STക്ക് ആണെങ്കിൽ 2 വേക്കൻസി ഫീമെയിലിന്, 11 വേക്കൻസി മെയിലിലും. അതൊക്കെ മൊത്തത്തിൽ ഏകദേശം 223 വേക്കൻസി അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ITBPയിലും കാണാൻ സാധിക്കും. CASF സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ഒരുപാട് പേര് പറയുന്ന ജോലി ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം കൂടെയാണ് CASF എന്ന് പറയുന്നത്. അതായത് 473 വേക്കൻസി അടുപ്പിച്ച് മെയിലിന് ഈ പറഞ്ഞ ജനറൽ കാറ്റഗറി കാണാൻ സാധിക്കും. 114 വേക്കൻസി അടുപ്പിച്ച് EWSന്, 314 വേക്കൻസി അടുപ്പിച്ച് OBCക്കും കാണാൻ സാധിക്കും. 86 വേക്കൻസി അടുപ്പിച്ച് STക്കും, 175 വേക്കൻസി അടുപ്പിച്ച് SSCക്കും കാണാൻ സാധിക്കാൻ. മൊത്തത്തിൽ മെയിലും ഫീമെയിലും കൂടെ കൂട്ടുകയാണെങ്കിൽ 53 വേക്കൻസി അടുപ്പിച്ചും ഫീമെയിലിന് ഈ പറയുന്ന UR കാറ്റഗറി കാണാൻ സാധിക്കും, അൺറിസർവ്ഡ്. മൊത്തത്തിൽ 1294 വേക്കൻസി അടുപ്പിച്ച് ഈ പറയുന്ന രീതിയിൽ CASFന് കാണാൻ സാധിക്കും അല്ലേ. പല സെൻട്രൽ ഗവൺമെന്റ് പോസ്റ്റിനും മൊത്തത്തിൽ കൊടുക്കുന്ന ഒഴിവുകളെക്കാളും അധികം ഒഴിവ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ഡിസേബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ മെന്റലി ഫിസിക്കലി ഫിറ്റ് ആണെങ്കിൽ, നിങ്ങൾ ഈ പറയുന്ന ജോലിക്ക് പ്രാപ്തരാണെങ്കിൽ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ തയ്യാറെടുക്കാൻ വേണ്ടി പ്രാപ്തരാണ്, നിങ്ങൾ എന്ത് ചെയ്യാണ് ഓക്കെ ആണ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോലി കിട്ടുന്ന സംവിധാനം തന്നെയാണത്. ഓക്കെ, SSB നോക്കുക. SSB തന്നെ മൊത്തത്തിൽ 82 വേക്കൻസി, മെയിൽ ആൻഡ് ഫീമെയിൽ 82. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, 2861 വേക്കൻസി ഈ പറഞ്ഞ CAPFന് മാത്രമുണ്ട്. ഇവിടെ ഡൽഹി പോലീസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 142 അല്ലെ 70 എന്ന് പറഞ്ഞ 2 രീതിയിൽ നമുക്ക് ഇത് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് അല്ലേ. നോക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ ഏകദേശം 212 വേക്കൻസി അടുപ്പിച്ച് ഇവിടെ തന്നെ എന്ത് ചെയ്യും റിപ്പോർട്ട് ചെയ്യും അല്ലേ. ഇവിടെ തന്നെ 212 വേക്കൻസി അടുപ്പിച്ച് റിപ്പോർട്ട് ചെയ്യും. ഇവിടെ തന്നെ അടുപ്പിച്ച് 2861 അടുപ്പിച്ച് വേക്കൻസി അവിടെ ഉണ്ട് CAPFിലാണ്. മൊത്തത്തിൽ ഏകദേശം ഒരു 10,3000 അടുപ്പിച്ച് എന്ത് ചെയ്യും വേക്കൻസി അവിടെ തന്നെ വരുന്നുണ്ട് അല്ലേ. 30,000 അടുപ്പിച്ച് വേക്കൻസി എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കണം, നല്ല രീതിയിൽ വേക്കൻസി വരുന്നുണ്ട് ഇപ്പോൾ യൂണിഫോം പോസ്റ്റിനൊക്കെ അല്ലേ. അത് SI ആണ്. അതേപോലെ തന്നെ ഈ പറഞ്ഞ ഫിസിക്കൽ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും, പറയുന്ന മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ പ്രധാനമായിട്ട് നിങ്ങൾക്ക് വേണ്ടത് പറഞ്ഞാൽ 170 സെന്റിമീറ്റർ ഹൈറ്റ് ആണ്. ചെസ്റ്റ് എന്ന് പറയുന്നത് 80 സെന്റിമീറ്റർ ആണ്, 5 സെന്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം. മെയിൽ കാൻഡിഡേറ്റ്സ് ഈ പറയുന്ന ഹിൽ ഏരിയ ആയിട്ടുള്ള ഈ പറയുന്ന ഗർവാൾ, കുമോൺ എന്ന് പറയുന്ന അറിയാം, ഈ പറയുന്ന മലമേഖലയാണ്, ഈ പറയുന്ന ഹിമാലയൻ റേഞ്ചസ് ആണ് കുമോൺ എന്നൊക്കെ പറയുന്നത്. ഉത്തരാഖണ്ഡ് പ്രദേശങ്ങളൊക്കെ വരുന്ന പ്രദേശമാണ് ഈ പറയുന്ന കുമോൺ. ഹിമാചൽ പ്രദേശ്, ഗൂർഖ, ദോഗ്രാസ്, മറാത്താസ്, കശ്മീരി വാലി അല്ലേ, കശ്മീർ വാലി, ലഡാക്ക് റീജിയനിലൊക്കെ ഉള്ളവരാണ് 165 സെന്റിമീറ്റർ നീളം മതി. 80-85 അടുപ്പിച്ച് ചെസ്റ്റ് വേണം. മെയിൽ കാൻഡിഡേറ്റ്സ് ഈ പറയുന്ന ഷെഡ്യൂൾ ട്രൈബ്സുകളാക്കേണ്ട 162 അടുപ്പിച്ച് എന്ത് നീളം മതി. 77 അടുപ്പിച്ച് ഈ ചെസ്റ്റ് വേണം, 82 അടുപ്പിച്ച് അവിടെയും വേണം അല്ലേ. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ചെസ്റ്റിന്റെ കാര്യം പറയുന്നില്ല, പക്ഷേ ഈ പറയുന്ന ഹൈറ്റ് 157 അടുപ്പിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെയും അവർക്ക് നിർബന്ധമാണെന്ന് എന്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ. അതാണ് ഈ പറയുന്ന ഹൈറ്റിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യുന്നത് നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത്. അതേപോലെ തന്നെ ഈ പറയുന്ന CAPF നോക്കുകയാണെങ്കിൽ CAPFനകത്ത് ഈ പറയുന്ന അവിടെ 170 ആണെന്ന് പറയുന്നത് ഈ പറയുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് 170 ഹൈറ്റ് എന്ന് പറയുമ്പോൾ 85 അടുപ്പിച്ചാണ് ചെസ്റ്റ് എന്ന് പറയുന്നത്. എക്സ്പാൻഡ് ചെയ്യാണ് 80, അൺഎക്സ്പാൻഡും എക്സ്പാൻഡ് ചെയ്ത് 85. ഓക്കെ, ഹിൽ ഏരിയാസ് ആണെങ്കിൽ 165 മതി. ഹിൽ ഏരിയസിൽ വരുന്നവരാണ് 165 മതി. ഗൂർഖായ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 157 മതി. ഓക്കെ, അതേപോലെ തന്നെ ST ആണെങ്കിൽ 162.5. മെയിൽ കാൻഡിഡേറ്റ്സ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളാണ് 157. ഫീമെയിൽ ഈ പറയുന്ന തൊട്ട് മുകളിലുള്ള അല്ലാത്ത ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 157. ഓക്കെ, അതേപോലെ തന്നെ ഈ പറയുന്ന ഹിൽ ഏരിയസ് എന്ന് പറയുന്ന ഫീമെയിൽസ് 155 എന്ന് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെയാണെന്ന് എന്ത് പ്രധാനമായിട്ട് ഈ പറയുന്ന ഹൈറ്റ് ഡിസ്ട്രിബ്യൂഷൻ, ഹൈറ്റ് ഈ പറയുന്ന ചെസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതനുസരിച്ചുള്ള വെയിറ്റ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ട് ഇതാണ് എൻ്റെ ചെയ്യുന്നത് ഒരു ഹൈറ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഫിസിക്കലിനെ കുറിച്ച് ബാക്കിയുള്ള സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. പ്രധാനമായിട്ടും മെയിൽ കാൻഡിഡേറ്റ്സിന് പറഞ്ഞ എക്സാമിലൊക്കെ ക്ലിയർ ചെയ്ത് പറയുന്ന ഫസ്റ്റ് ഫേസ് എക്സാം, സെക്കൻഡ് ഫേസ് എക്സാം ഈ പറയുന്ന ഡിസ്ക്രിപ്റ്റീവ് അല്ലാണ്ട് എഴുതി കഴിഞ്ഞ ശേഷം essay മോഡലൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ കഴിഞ്ഞ ശേഷം രണ്ടാമത്തെ പേപ്പറും കൂടെ കഴിഞ്ഞ ശേഷം ക്ലിയർ ചെയ്ത് വരുമ്പോൾ എനിക്ക് ഫിസിക്കൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഫിസിക്കലിനകത്ത് പ്രധാനമായിട്ടും 100 മീറ്റർ റേസ് 16 സെക്കൻഡ് കൊണ്ട് ഓടിത്തീരണം. പിന്നുള്ളത് പറഞ്ഞാൽ 1.6 കിലോമീറ്റർ എന്താണ് ഒരു മൈല് അടുപ്പിച്ച് 6.5 മിനിറ്റ് നല്ല സമയമുണ്ട് അല്ലേ. ലോങ് ജമ്പ് എന്ന് പറയുന്നത് 3.65 മീറ്റർ 3 ചാൻസുകളിൽ കൊണ്ട് എന്ത് ഞങ്ങൾക്ക് ചാടി തീർക്കുക. അതേപോലെ ഹൈ ജമ്പ് എന്ന് പറയുന്നത് 1.2 മീറ്റർ 3 ചാൻസ്. ഷോർട്ട് പുട്ട് എന്ന് പറയുന്നത് 4.5 മീറ്റർ 3 ചാൻസ് 16 LBS ഉള്ള ഷോർട്ട് പുട്ടാണ്. ഓക്കെ, ഫീമെയിൽ കാൻഡിഡേറ്റ് നോക്കുകയാണെങ്കിൽ 100 മീറ്റർ ഈ പറയുന്നത് 18 സെക്കൻഡ് കൊണ്ട്, 800 മീറ്റർ 4 മിനിറ്റ് കൊണ്ട്, ലോങ് ജമ്പ് 27 മീറ്റർ 3 ചാൻസ് വരുന്നതായിരിക്കും. ഹൈ ജമ്പ് എന്ന് പറയുന്നത് 0.9 മീറ്റർ അടുപ്പിച്ച് ഈ പറയുന്ന 3 ചാൻസ് നിങ്ങൾക്ക് അവിടെയും ലഭിക്കുന്നതാണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പ്രധാനമായിട്ട് ഇങ്ങനെയാണ് എൻ്റെ ഫിസിക്കൽ വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഫിസിക്കലൊക്കെ തയ്യാറെടുക്കുന്നവരാണ്, ഇപ്പം മറ്റേ SSC GDക്കൊക്കെ ഡിഗ്രി ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ. നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ ഇതെന്ന് പറയുന്നത് അല്ലേ. ആർമിക്കൊക്കെ വേണ്ടി ആർമി പറയുന്ന ഓഫീസേഴ്സ് ഈ പറയുന്ന തസ്തികയിലൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ ഈ പറയുന്ന CDSനേക്കാൾ ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായിട്ട് ചിലപ്പോൾ തോന്നുന്നത് ഈ പറയുന്ന CAPF ഈ പറയുന്ന AC ഒക്കെ എഴുതുന്നവരാണെങ്കിൽ
അവർക്കും അതേപോലെ തന്നെ CDS എക്സാമിനേഷൻ എഴുതി ഇപ്പോൾ ആർമിയിലൊക്കെ ഓഫീസർമാരാവണമെന്നുള്ളവർക്കൊക്കെ ആണെങ്കിൽ പറ്റിയ ജോലിയാണിത്. ഇപ്പോൾ CAPF പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം SI പോസ്റ്റിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ പ്രൊമോഷനൊക്കെ കിട്ടി മുകളിലോട്ടുള്ള പോസ്റ്റിലേക്ക് പോകുന്നത് കൂടിയാണ് അല്ലേ. ഇപ്പോൾ യൂണിഫോം പോസ്റ്റിലേക്ക് പറയുന്ന ഒരു ആർമിയിലൊക്കെ സേവനം അനുഷ്ഠിക്കേണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ബാലികേറ മലയൊന്നും അല്ല ഇതെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത്തരത്തിലോ ഈ പറയുന്ന കേന്ദ്ര സർവീസ് സബ് ഇൻസ്പെക്ടർ റാങ്കിലേക്ക് ജോലി ആഗ്രഹിക്കുന്നതാണ് നിങ്ങളെങ്കിലും നമ്മുടെ AZB അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഡൽഹി പോലീസ് SI CAPF ആൻഡ് CASSF നമ്മുടെ പുതിയൊരു ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ ഡെയിലി സ്റ്റഡി പ്ലാൻ, ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളും ടോപ്പിക് വൈസ് ടെസ്റ്റുകളും അതേപോലെ തന്നെ ഇപ്പോൾ ഡൗട്ട് സെഷൻസും ബേസിക് ട്രെയിനിങ് മുതലാണ്. അപ്പോൾ അതായത് ബേസിക് ഒന്നും അറിയാത്തവരാണെങ്കിലും ബേസിക് മുതൽ പഠിപ്പിച്ചുകൊണ്ട് കൊണ്ടുവരുന്നതായിരിക്കും. അതേപോലെ തന്നെ പേഴ്സണലൈസ്ഡ് മെന്റർ നിങ്ങൾക്ക് ഇനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിന് അഡ്മിഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യാൻ വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ തന്നെ പഠിച്ച് സെറ്റായി തുടങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം ഞങ്ങൾ പഠിച്ച് തുടങ്ങാന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് പറയും ജോലി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടുമെന്നേ. ഓക്കെ, അതിനെന്ത് ചെയ്യാൻ ഞങ്ങൾക്കൊരു കോംപ്രമൈസും ഇല്ല. ഓക്കെ, അപ്പം ഇപ്പോൾ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ AZB അക്കാഡമി ആപ്പ് പ്ലേ സ്റ്റോർ ആപ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് നമ്മൾ പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കോഴ്സ് പർച്ചേസ് ചെയ്യാം. അതല്ല ഇതിന് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, 9995467246 നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും സംശയം നമ്മൾ ക്ലിയർ ചെയ്തിരുന്നതായിരിക്കും. അതേപോലെ തന്നെ പുതിയ അപ്ഡേഷൻസ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അപ്പോൾ തന്നെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ശേഷം പുതിയ അപ്ഡേറ്റുകളൊക്കെ അറിയാൻ സാധിക്കും. അതേപോലെ ഡൗട്ടോ സജഷനോ എന്തെങ്കിലും ക്ലിയർ ആവാനുണ്ടെങ്കിൽ തൊട്ട് താഴെയായിട്ട് നമ്മൾ ഗൂഗിൾ ഫോമിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗട്ടും മറ്റു കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, ഒട്ടും വൈകിപ്പിക്കേണ്ട, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, കോഴ്സ് ജോയിൻ ചെയ്യുക, പെട്ടെന്ന് തന്നെ പഠിക്കുക, യൂണിഫോം ഏൺ ചെയ്യുക. ഓക്കെ, അപ്പം ബെസ്റ്റ് ഓഫ് ലക്ക്.